ടോണി എന്ന ചിത്രത്തിനു ശേഷം ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്യുന്ന ഹണിബി 2-ന്റെ പൂജ എറണാകുളത്ത് ലാലിന്റെ വസതിയിൽ വെച്ച് നടന്നു. ഹണിബിയുടെ നിർമ്മാതാവായ സിബി തൊട്ടുപുറം, നിർമ്മാതാവ് സിയാദ് കോക്കർ, തിരക്കഥാകൃത്ത് ബാബു പള്ളാശ്ശേരി, സംവിധായകൻ ഷൈജു അന്തിക്കാട്, ലാലിന്റെ മറ്റു കുടുംബാംഗങ്ങളും ചേർന്നാണ് ഭദ്രദീപം കൊളുത്തിയത്. ഹരിശ്രീ അശോകനും ചടങ്ങിൽ പങ്കെടുത്തു. ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഹണിബി ആദ്യത്തെ പാർട്ട് അവരുടെ ഒരു ഫ്രണ്ട്സിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥയായിരുന്നു. കുറെ സുഹൃത്തുക്കളിലും അവരുടെ ആഘോഷങ്ങളിലും അവർക്ക് വരുന്ന പ്രശ്നങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന കഥയാണെങ്കിൽ ഇത് അവരുടെ കുടുംബത്തിലേക്ക് കൂടി കടന്നിട്ട് അവരുടെ കുടുംബാംഗങ്ങളും ഇവർക്കൊക്കെ ഒരു ഫാമിലി ഉണ്ട്. അവർ ഫാമിലിയിൽ ഇവർക്കൊക്കെ വേറെ സ്വഭാവങ്ങളുണ്ട്. ഇവർ പുറത്ത് കാണുന്ന ആളുകളല്ല ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും സഹോദരന്റെയും ഒക്കെ മുമ്പിൽ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു വശം കൂടി ഉണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ ഈ പടത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ കുടുംബാംഗങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇത് ശരിക്കൊരു കുടുംബചിത്രത്തിന്റെ മറ്റൊരു ഫ്രണ്ട്സിന്റെ ഒരു എന്താ പറയുക ഒരു തിളച്ചു നിൽക്കുന്ന പടമാണെങ്കിൽ ഇതൊരു ഫാമിലിയിലെ ഒരു സ്നേഹത്തിന്റെ ഒക്കെ ഉള്ള ആ ഒരു ചൂടുള്ള പടമായിരിക്കും. പക്ഷെ ഒട്ടും അതിൻ്റെ ഒരു സ്പീഡ് ഒന്നും കുറക്കാതെ, ഹ്യൂമർ കുറക്കാതെ, അതിന്റെ കളർ കുറക്കാതെ, ആഘോഷങ്ങൾ കുറക്കാതെ രസകരമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ളതാണ് മനസ്സിലുള്ളത്. ഹണിബി ആദ്യ ഭാഗത്തിലെ പോലെ ഈ ചിത്രത്തിലും ആസിഫ് അലിയും ഭാവനയുമാണ് നായികന്മാരായി എത്തുന്നത്. ഏഞ്ചലും സബാനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒന്നിക്കാൻ നോക്കിയ ഒരാൾക്കാരാണ്. അപ്പം അവര് അതിനുശേഷമുള്ളവരുടെ ഒരു ലൈഫ്, അല്ലെങ്കിൽ അവർ ശരിക്കും ഒന്നിച്ചു, അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ് ഹണിബി 2. എല്ലാം ഒരു ഹ്യൂമർ ആയിട്ടുള്ള വേയിലൂടെയാണ് പറയുന്നത്. ഹണിബിയുടെ പ്രധാന ആകർഷണമായിരുന്ന ബാബുരാജ്, ശ്രീനാഥ് ബാസി, ബാലു കോംബോ ഈ ചിത്രത്തിലുമുണ്ട്. അല്ല, ഹണിബി 2 എന്തായാലും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ കഥ അറിയുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരാണ് ഇതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ സെക്കൻഡ് ഹണിബി 2 എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് അതൊരു ഹണിമൂണുള്ള യാത്രയാണെന്ന് ഒരു വർഷം, അതല്ല അതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളാണെന്ന്. അങ്ങനെ പ്രേക്ഷകരാണെന്ന് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ കഥ നനഞ്ഞുകൊണ്ടിരുന്നത്. ഹണിബി 2 എന്തായാലും ഹണിബിയെ 1-നേക്കാളും ഗംഭീരമായിരിക്കും. ആദ്യ ഭാഗത്തിൽ കിടിലൻ വേഷത്തിൽ തകർത്ത വിജയ് ബാബുവും ചിത്രത്തിലെത്തുന്നുണ്ട്. ഹണിബി എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പം അതിന്റെ ഞാൻ ആദ്യമായിട്ടൊരു ഫുൾ ലെങ്ത് റോൾ ചെയ്ത സിനിമയാണ് മീഡിയ വിട്ടിട്ട്. അപ്പം ഹണിബി 2 എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മലയാളത്തിലെ സെക്കൻഡ് പാർട്ടിന് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന സിനിമകളിലൊന്നാണ്. ഒരു പക്ക മാസ് കമേഴ്ഷ്യൽ സിനിമയാണ്. ഒരു ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ജീൻ അതിന് എനിക്കറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് ജീൻ അതിൻ്റെ പുറകിലാണ്. ഒരിക്കലും ലാലേട്ടൻ ജീൻ കോമ്പിനേഷനിൽ ഒരു മാസ് പടത്തിൽ കുറച്ചൊന്നും ആരും പ്രതീക്ഷിക്കുന്നുമില്ല, അങ്ങനെ ആവാൻ വഴിയില്ല. സോ ഐ എം പ്ലേയിങ് എ ക്യാരക്ടർ ഹിയർ. ബട്ട് കഴിഞ്ഞ മൂവിയിലുള്ള പോലെ തന്നെ ചെറിയൊരു കുഴപ്പമുണ്ടാകുന്ന ക്യാരക്ടറായിരിക്കും. കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ബട്ട് എനിവേ വിഷിംഗ് ദ ടീം ഓൾ ദി ബെസ്റ്റ്. ഐ എം പാർട്ട് ഓഫ് ദി ടീം. സോ ബാക്കിയൊക്കെ വിവരങ്ങൾ പറയട്ടെ. സുരേഷ് കൃഷ്ണ, അസീം ജമാൽ, അമിത്, പൊന്നമ്മ ബാബു എന്നിവരെ കൂടാതെ പ്രേംകുമാറും ലെനയും ശ്രീനിവാസനും ഹണിബി 2-ൽ എത്തുന്നുണ്ട്. ഹണിബിയുടെ ആദ്യ ഭാഗം പോലെ ഈ ചിത്രവും ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സംവിധായകൻ ജീൻ പോൾ ലാൽ പറഞ്ഞത്. ഹണിബി ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോൾ തന്നെ സെക്കൻഡ് പാർട്ടിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് പിന്നീട് അതിന്റെ സബ്ജക്റ്റുകൾ വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ടൈം എടുത്തു. ഇപ്പോഴാണ് അത് റെഡി ചെയ്തത്. അപ്പൊ അങ്ങനെ ഹണിബി സെക്കൻഡിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഹണിബി 1 പോലെ തന്നെ ഒരു ഫൺ സിനിമയാണ്. അതുപോലെ എന്റർടൈനറാണ്. അതൊരു എന്റർടൈനർ സിനിമയാണത്. സെയിം കാസ്റ്റിംഗ് ആണ്. ഹണിബി 1-ലുള്ള സെയിം ടീമാണ് ഇതിലുള്ളത്. പിന്നെ അത് കൂടാതെ നമുക്ക് ശ്രീനിയേട്ടൻ, ലെന ചേച്ചി, അങ്ങനെ കുറച്ച് എന്താ പറയാ, ആസിഫിന്റെ ഫാമിലി സൈഡ് എന്ന് പറയുന്ന ഒരു കുറച്ച് കാസ്റ്റിംഗ് വരുന്നുണ്ട്. പ്രേംകുമാർ, അങ്ങനെ കുറച്ച് പേര് വരുന്നുണ്ട് എക്സ്ട്രാ. ഹണിബി 1-നേക്കാൾ എന്താ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? ഹണിബി 1-നേക്കാൾ എന്തുകൊണ്ട് പടം ഒരു ബിഗർ, ബെറ്റർ, ഫണിയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഉദ്ദേശം. അത് തന്നെ സ്ക്രീനിൽ കാണുന്നത്. പടം ഫെബ്രുവരി 11th നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം 60 days 70 days. ദീപക് ദേവാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. പ്രത്യേകതകൾ എന്ന് പറയാൻ ഹണിബി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ, അതൊരു വളരെ എന്താ പറയണ്ട യൂത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വളരെ എന്റർടൈനിങ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ പടം കുറച്ചും കൂടെയും ഫാമിലി സെൻറ്റേർഡ് ആണ്. എന്നാൽ വേണ്ടുന്ന എന്റർടൈൻമെന്റ്സ് എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ഒരു ഫാമിലി ക്രൗഡിനെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള പല മൊമെന്റ്സ് ഈ പടത്തിലുണ്ട്. പിന്നെ പാട്ടുകൾക്കും വളരെയധികം സ്കോപ്പുള്ളൊരു സെക്കൻഡ് പാർട്ട് തന്നെയാണിത്.
പാട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ പാട്ടുകൾ ചെയ്യാനുള്ളൊരു സ്കോപ്പുണ്ട്. ഞാനൊരു സീക്വൽ അഭിനയിച്ചിട്ടുണ്ട് ഓൾറെഡി, സാഗർ ഇലിയാസ് ജാക്കി എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു മൂവി അത് ഞാൻ ചെയ്തു, ആ മൂവി സക്സസ് ആയി, അതിൻ്റെ സീക്വൽ വരുന്നു, പിന്നെയും നമ്മളെല്ലാവരും. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് ബോളിവുഡിലാണ് കുറേ കാലമായിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ ഹൗസ്ഫുൾ 1, 2 എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഹണീബി ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. രണ്ടാമത്തേതിനകത്ത് ഞങ്ങൾ പഴയ എല്ലാ ആൾക്കാരും ഒന്നും കൂടി പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ മോന് ജയലാലിനെ പറ്റി എന്ത് പറയാൻ, ഫസ്റ്റ് പടത്തോടെ തന്നെ പുള്ളിയുടെ കഴിവ് പുള്ളി തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പടം സൂപ്പർ ഹിറ്റ് ആകണം, സൂപ്പർ ഹിറ്റ് ആവട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറാണ്. എൻ്റെ അമ്മ എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത് പൊന്നമ്മ ചേച്ചിയാണ്. ഫാദറിൻ്റെ ക്യാരക്ടർ ചെയ്തിരുന്നത് ജോയ് മാത്യു ആണ്. അപ്പോൾ അവരെല്ലാം കുറേ ഇമ്പോർട്ടൻസ് കൂടി അങ്ങനെയുള്ള, കാരണം ഇതൊരു പക്ക ഫാമിലി ആയിരുന്നു. നേരത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു ഫാമിലി ബേസ്ഡുള്ളൊരു സബ്ജക്റ്റായിട്ട് മാറി. പാടുന്നത് ഇപ്പം ഫൈനൽ വോയിസ് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അത് പാടിയിരിക്കുന്നത് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള 2 സിംഗേഴ്സാണ്. സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന തോപ്പിലാൻഡോ ചേട്ടൻ കൊച്ചിയുടെ സ്വന്തം പാട്ടുകാരനായിരുന്നു. പിന്നെ തൈക്കുഴം ബ്രിഡ്ജ് എന്ന ബാൻഡിലെ സീനിയർ മെമ്പർ പീതാംബരൻ ചേട്ടൻ. ഇവർ രണ്ടുപേരും കൂടി പാടിയിരിക്കുന്ന ഒരു മെയിൽ ഡുവറ്റാണ്. അത് കൊച്ചിയെക്കുറിച്ചുള്ളൊരു പാട്ടാണ്. എല്ലാവരും മ്യൂസിക് ദീപക് ദേവ് തന്നെയാണ്, ക്യാമറ ആൽബിയാണ്, മേക്കപ്പ് റോഷനാണ്, പ്രശാന്ത് മാധവാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ, അസോസിയേറ്റ് നിതിനാണ്. മിക്കവാറും ആർട്ടിസ്റ്റുകളൊക്കെ അവരൊക്കെ തന്നെയുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ പടത്തിലുള്ള എല്ലാ നടിയണന്മാരും പടത്തിലുണ്ട്. അതുകൂടാതെ ശ്രീനിവാസൻ, ലന, അരിസി അശോകൻ, പ്രേംകുമാർ എന്നൊക്കെ പറയുന്ന വേറൊരു നിര കൂടിയിട്ട് കഥയിലേക്ക് വരുന്നത്. ഇതിപ്പോൾ ലാൽ ക്രിയേഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ കുറേ നാളത്തേക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അഭിനയത്തിനകത്ത് തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്നെ അന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നപ്പോൾ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. ഞാനിപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പ്രശ്നമായിരുന്നില്ല, കാരണം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു. കാരണം തിരക്ക് ഈ അഭിനയവും ഇതും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വേറെ പടങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ ഇടക്കെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റും. അയാളുടെ വശത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഈ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരു പണം സുഗമമായിട്ട് നടക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രൊഡ്യൂസർക്ക് പറ്റും. പലപ്പോഴും ഇവിടെ പ്രൊഡ്യൂസേഴ്സ് പണം മുടക്കുന്ന ഒരാൾ മാത്രമായിട്ട് നിൽക്കാറാണ് പതിവ്. അപ്പോൾ അതല്ലാതെ അത് എൻജോയ് ചെയ്യാവുന്നൊരു ജോലിയാണെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അത് എൻജോയ് ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ പലപ്പോഴും ഈ പല പടങ്ങളിലൊക്കെ അഭിനയിക്കാനൊക്കെ പോകുന്നതുകൊണ്ടിട്ട് ഇപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊഡക്ഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാനത് നിർത്തിയത്. കാരണം ഇതൊരു പണം ഉണ്ടാക്കൽ മാത്രമല്ല, അതിനേക്കാൾ വലിയായിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകാനായിട്ട് നമ്മളൊരു കാരണക്കാരനാകുക, അതിൻ്റെ ഒരു കൂടെ നമ്മൾ നിൽക്കുക, അതിൻ്റെ ഓരോ ചെറിയ വളർച്ചയിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അത് എനിക്ക് മിസ്സായപ്പോഴാണ് ഞാൻ തൽക്കാലത്തേക്ക് പ്രൊഡക്ഷൻ വേണ്ടാന്ന് തീരുമാനിച്ചതെന്ന് വെച്ചാൽ. അപ്പോൾ വീണ്ടും അതിനകത്തേക്കൊന്ന് ശക്തമായിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിക്കും. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്കവാറും ലാൽ ക്രിയേഷൻസ് പടങ്ങൾ ചെയ്യും. ചിത്രീകരണം ആരംഭിച്ച ചിത്രം ആദംസ് റിലീസാണ് പ്രദർശനത്തിനെത്തിക്കുന്നത്. എന്റർടൈൻമെന്റ് സെൻസേഷൻ.